Let's do a day in a life. ഖത്തറിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. സൗദിയിൽ നിന്ന് വെറും 4 ദിവസത്തിന് വന്ന് ഞാൻ 9 ദിവസമായിട്ട് ഞാൻ തിരിച്ചു പോയിട്ടില്ല കേട്ടോ. എനിക്ക് ഒരു 6 ഡേയ്സിൻ്റെ കൂടെ നിന്നിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഖത്തറിൽ വന്നാൽ എൻ്റെ സാധനം പോലെ ഞാൻ സിസ്റ്ററിൻ്റെ സാധനം കാണുന്നുണ്ട്, എല്ലാം അങ്ങോട്ട് എടുത്തിടും. അപ്പോൾ ഞങ്ങൾ ഗോഗിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവൾക്ക് കുറച്ച് സാധനങ്ങൾ, ഡ്രസ്സ്, അതുപോലെ തന്നെ അവൾക്ക് കേക്ക് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഈ ഒരു ഡേ ഇതാക്കാന്നുള്ള രീതിക്കാണ് ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ, കാരണം നമ്മൾ ഉച്ചയ്ക്ക് ലൈറ്റായിട്ട് കഴിച്ചുകൊണ്ട് ഈവനിങ് കഴിച്ചിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പോയത് ദോഹ മാളിലേക്കാണ് കേട്ടോ. ദോഹ മാളിൽ പോയപ്പോഴാണ് അറിയുന്നത് ബ്ലാക്ക് ഫ്രൈഡേ ആണ്, നല്ല സെയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. 30% സെൻറ്റർ പോയിൻറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഖത്തറിലുള്ള സെൻറ്റർ പോയിൻറ്റിൽ ഇന്ന് 13th കൂടിയിട്ട് സെയിൽ അവസാനിച്ചിട്ടോ. 30%, 50% ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സൗദിയിലുള്ള ആൾക്കാർക്ക് 2 ഡേയ്സും കൂടെ ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷേ അതിനനുസരിച്ച് നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ അവൾക്കൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ പോയത് MES സ്കൂളിലേക്കാണ്. MES സ്കൂൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഖത്തറിൽ എത്തിക്കഴിഞ്ഞാൽ മിക്ക ദിവസവും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ മിക്ക പ്രോഗ്രാംസിന് നമ്മൾ പോട്ടോ. അപ്പോൾ MES സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പ്രോഗ്രാമിന് പോയി. അത്യാവശ്യം നല്ല പ്രോഗ്രാമായിരുന്നു. ഒരു 10 o'clock വരെ, 10:30 വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പ്രോഗ്രാം പോലെ ഓൾമോസ്റ്റ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു നാട്ടിലത്തെ വൈബ് കിട്ടിട്ടോ. പിന്നെ ലാസ്റ്റത്തെ പ്രോഗ്രാമും കഴിഞ്ഞ് നമ്മൾ നേരെ ഗൂഗിക്ക് ഉമ്മ ഒരു കേക്ക് അവൾക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ ഞങ്ങൾ കേക്കിൻ്റെ ഷോപ്പിൽ പോയിട്ട് അവൾക്കുള്ള കേക്ക് മേടിച്ച്, ഒരു ഫെറാറോൻ്റെ കേക്കായിരുന്നു കേട്ടോ മേടിച്ചത്. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ അപ്പോൾ തന്നെ ഒരു 12 o'clock അടുത്തായിരുന്നു, ബർത്ത്ഡേക്കുള്ള ടൈമായിരുന്നു. നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്ത് അവളെ ഇരുത്തി ഹാപ്പിയാക്കി ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇങ്ങനെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.